ഏതാനും ആഴ്ചകൾക്ക് മുന്നേ നമ്മുടെ മലയാളത്തിലെ റിപ്പോർട്ടർ ചാനൽ ഒരു സെൻസേഷണൽ ആയിട്ടുള്ളൊരു വിഷയം, ഒരു മാരത്തോൺ ചർച്ച നടത്തുകയുണ്ടായി കേരളത്തിലുടനീളം. പ്രത്യേകിച്ച് അവരുടെ പ്രേക്ഷകർക്കിടയിലൊക്കെ തന്നെ, അതായത് പൊതുജനങ്ങൾക്കിടയിലൊക്കെ തന്നെ ഇറങ്ങിച്ചെന്ന് ഇൻ്റർവ്യൂ പോലെയൊക്കെ ചെയ്തിട്ടും അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടും മീൻസ് കോമൺ പീപ്പിൾസിനോട് ഇൻറ്ററാക്ട് ചെയ്തതിന് ശേഷമാണ് അത്തരത്തിലൊരു ചർച്ച, മാരത്തോൺ ഒരു ഫുൾ ഡേ ഏകദേശം അവർ അത്തരത്തിലൊരു ചർച്ചയായിട്ട് പോയിരുന്നു. വേറൊന്നും വരുന്നില്ല, സിബിൽ സ്കോറുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് സിബിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. അതായത് കൂടുതൽ ആളുകൾക്കും, പ്രത്യേകിച്ച് ഒരു മധ്യവയസ്സിന് മുകളിലുള്ള മിക്കവാറും ആളുകൾക്കും സിബിൽ എന്ന് പറയുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അജ്ഞതയാണുള്ളത്. അതായത് അവർക്കൊന്നും തന്നെ എന്താണ് സിബിൽ എന്നറിയില്ല. പലരും തന്നെയും എന്തെങ്കിലും ഒരു ലോൺ ആവശ്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ മുന്നിൽ ചെല്ലുന്ന സമയത്താണ് സിബിൽ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടെന്നും അത് നമ്മുടെ തിരിച്ചടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ലോണുകളുടെ എണ്ണമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയകളുടെ പുറത്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള ഒരു സംഗതി, ഒരു ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന ഒരു സംഗതിയൊക്കെ ഉണ്ടെന്ന് ആളുകൾ വളരെ അത്ഭുതത്തോടെയാണ് ആ സമയത്താണ് അറിയുന്നത്. അതായത് ധനകാര്യ സ്ഥാപനങ്ങളുടെ മുന്നിൽ ചെല്ലുമ്പോഴാണ് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും അറിയുന്നത്. ഈ ഒരു സാഹചര്യം ഉണ്ടായതിന് ഇപ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നിനുള്ള ഒരു എക്സ്ക്യൂസ് അല്ല. പക്ഷേ ഇതിൽ ശരിക്കൊരു അവബോധം അല്ലെങ്കിൽ ഒരു അവയർനെസ് കൊടുക്കേണ്ട ഒരു ബാധ്യത ശരിക്കും സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിബിൽ എന്ന് പറയുന്നത് ശരിക്ക് 2000 ഫോം ചെയ്തിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു. അതായത് ഒരു ക്രെഡിറ്റ് ബ്യൂറോ ആയിരുന്നു. 2000 ആണ്ടിലാണത് ഫോം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ഈ ഒരു കമ്പനീനെ ഒരു അമേരിക്കൻ കമ്പനി, അതായത് ട്രാൻസ് യൂണിയൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി ഏറ്റെടുത്തു. അതായത് 90% മുകളിൽ ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന അമേരിക്കൻ കമ്പനിയാണ്. അതായത് ഇന്ത്യയിലെ ഒരുവിധം NBFCകളൊക്കെ തന്നെയും ഭൂരിപക്ഷം NBFCകളും, അതായത് നോൺ ബാങ്കിങ് ഫിനാൻസ് സ്ഥാപനങ്ങളാവട്ടെ, ഇനി ബാങ്കിങ് സ്ഥാപനങ്ങളാവട്ടെ, ഇപ്പോൾ SBI നാഷണലൈസ്ഡ് ബാങ്കുകളാണെങ്കിൽ പോലും, സർക്കാർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്കുകളാണെങ്കിൽ പോലും, അവർ അപ്രോച്ച് ചെയ്യുന്ന ക്രെഡിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് സിബിലിനെയാണ്. ആ ഒരു സിബിലിൻ്റെ ഒരു ഡാറ്റ കൈകാര്യം ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സ്കോർ നിശ്ചയിക്കുന്നതും അതിൻ്റെ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും ഒരു അമേരിക്കൻ കമ്പനിയാണ് എന്നുള്ളതാണ് ഒരു സാഡ് റിയാലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ആ ഒരു മാരത്തോൺ ചർച്ചയിൽ റിപ്പോർട്ടർ ചാനലിലെ ജേർണലിസ്റ്റുകൾ, ആങ്കേഴ്സ്, റിപ്പോർട്ടേഴ്സ് എല്ലാവരും തന്നെയും അതിനെ വിമർശിക്കുകയാണ് ചെയ്തത്. എന്താണ് അതിൻ്റെ ഒരു ആവശ്യം എന്നുള്ള നിലയ്ക്ക്, അതല്ലെങ്കിൽ അതെന്തോ ഒരു വലിയ പാതകം പോലെയാണ് അവർ പറഞ്ഞത്. പക്ഷേ അതിലൊരു വലിയ കാമ്പൊന്നുമില്ല. കാരണം സിബിൽ എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന സാധനം വേണം. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്ത് നോക്കുക, നമ്മൾക്ക് അറിയാത്ത ഒരാൾക്ക് നമ്മൾ പണം കടം കൊടുക്കില്ല. അതുപോലെ തന്നെയാണ് ബാങ്കുകളുടെ അവസ്ഥ. ബാങ്കുകൾക്ക് നമ്മളുടെ KYC ഡോക്യുമെൻറ്റ്സ് കിട്ടി എന്നുള്ളത് കൊണ്ടായില്ല, നമ്മൾ എത്തരത്തിലാണ് ഈ പണം തിരിച്ചു കൊടുക്കുക, തിരിച്ചടയ്ക്കുന്ന നമ്മുടെ കപ്പാസിറ്റി എന്താണ്, തിരിച്ചടയ്ക്കാറുണ്ടോ മുന്നേ എടുത്തിട്ട്, എത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാനൊരു ബാങ്കിന് താല്പര്യം ഉണ്ടായിരിക്കും. കാരണം ബാങ്കുകളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും അത് ലോണായിട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഈ ഇതിൻ്റെ ഇടയിലുള്ള പലിശയിലെ വ്യത്യാസത്തിലാണ് ബാങ്കുകളെല്ലാം തന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അവരുടെ പ്രധാന, ഒരു കാലത്ത് അത് തന്നെയായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെയൊക്കെ മറ്റ് സർവീസുകൾ ഉണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ടും ഒരു ബാങ്കിനെ റൺ ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ ഒരു പലിശയിലെ വ്യത്യാസമാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് ഒരിക്കലും ഒരു ഐഡിയയും ഇല്ലാത്ത, അതല്ലെങ്കിൽ ഒരു തരത്തിലും ഒരു ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഇല്ലാത്ത ഒരാൾക്ക് ഒരു വലിയ തുക ലോൺ കൊടുത്തിട്ട്, നമുക്ക് പൊതുജനത്തിൻ്റെ പണമാണ് എടുത്ത് കൊടുക്കുന്നത്, ഒരിക്കലും ബാങ്കിന് സ്വന്തമായിട്ട് പണം ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പൊതുജനത്തിൻ്റെ പണം എടുത്തിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി അത്തരത്തിലൊരു ബാങ്കിൻ്റെ ഒരു കൊളാപ്സ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ മൊത്തം സാമ്പത്തിക വ്യവസ്ഥ തകർന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ്. എത്ര ചെറിയ ബാങ്കാണെങ്കിൽ പോലും അത് തകർന്നു എന്ന് പറയുന്നത് ആ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. സോ അത്തരം ഒരു സാഹചര്യത്തിൽ ക്രെഡിറ്റ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബ്യൂറോസ് എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം, ഒരു വിമർശിക്കപ്പെടേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ് യൂണിയൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരു അമേരിക്കൻ പങ്കാണ്. അതല്ലെങ്കിൽ അമേരിക്കൻ കമ്പനിയാണ് ഓൺ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. 2000 മുംബൈയിലാണത് ഈ പറയുന്ന സിബിൽ ഫോം ചെയ്തതെങ്കിലും പിന്നീട് കാലക്രമേണ ഇതിൻ്റെ സ്റ്റേക്ക് മൊത്തം, അതായത് ഇതിൻ്റെ ഷെയർ മൊത്തം ഈ അമേരിക്കൻ കമ്പനി അക്യൂർ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്തത്. നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റ, അതായത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഡാറ്റ, അതല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ റിലേ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഡാറ്റ കൈകാര്യം ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് നിശ്ചയിക്കുന്നതും ഈ അമേരിക്കൻ കമ്പനിയാണ്. നമുക്ക് ഇതിന് ഇപ്പോൾ പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള കുറേ റെഗുലേഷൻസ് ഉണ്ട്. ക്രെഡിറ്റ് ബ്യൂറോ കമ്പനികളെയൊക്കെ തന്നെയും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ആക്റ്റും നിയമങ്ങളൊക്കെ തന്നെയുണ്ട്. എന്നിരിക്കെ പോലും ഒന്ന് ആലോചിച്ച് നോക്കുക, ശരിക്കും ഇതൊരു സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾക്കൊരു റേറ്റിംഗ് തരേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മളുടെ ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്ന കാര്യമാണ്. ഇതൊരു പ്രൈവറ്റ് സ്ഥാപനത്തെ ഏൽപ്പിക്കുമ്പോഴുള്ള പ്രശ്നം കൂടെയാണ് ഈ പറയുന്ന, ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഇതിലും പലരും പലതരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കംപ്ലയിൻറ്റുകളുണ്ട്. അതായത് അവരെ എടുക്കാത്ത ലോണുകൾ ഈ പറയുന്ന ഇതിൽ കാണിച്ചു,
അതല്ലെങ്കിൽ അവരറിഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള ഒരു ലോൺ എടുത്തിട്ടുള്ള കാര്യം, ഈ റിപ്പോർട്ട് എങ്ങനെ വന്നു എന്നറിയില്ല, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ ഇത്തരത്തിലൊരു മാർക്ക് എങ്ങനെ വന്നു എന്നുള്ള അറിയില്ല, അവർ തിരിച്ചടവുകൾ ഒന്നും തന്നെ തെറ്റിച്ചിട്ടില്ല എന്നിരിക്കെ പോലും തിരിച്ചടവ് തെറ്റിച്ചിട്ടുള്ളതായിട്ടും ഡീഫോൾട്ട് വരുത്തിയിട്ടുള്ളതായിട്ടും പറയുന്ന ക്രെഡിറ്റ് റിപ്പോർട്ടിൽ വന്നു. അതുകൊണ്ട് മറ്റ് ലോണുകൾ കിട്ടാത്ത അവസ്ഥ, എന്തിനധികം മുദ്രാ ലോൺ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവസ്ഥ, അതായത് സർക്കാർ കൊടുക്കുന്ന ഒരു ലോൺ പോലും കിട്ടില്ല എന്നുള്ള തരത്തിലേക്കാണ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോസിൻ്റെ മിസ്റ്റേക്കുകൾ മൂലം പറ്റുന്നത്. അപ്പോൾ നമുക്കിത് ചോദ്യം ചെയ്യാനോ അതല്ലെങ്കിൽ ആരാണ് ഇതിന് അക്കൗണ്ടബിൾ എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ സിബിലാണ് ഏറ്റവും കൂടുതൽ ധനകാര്യ സ്ഥാപനങ്ങൾ ആശ്രയിക്കുന്നത് എന്നുണ്ടെങ്കിലും മറ്റ് ഇക്യുഫാക്സ് പോലെയുള്ള അതുപോലെ തന്നെ CRIF പോലെയുള്ള മറ്റ് സ്കോറുകൾ ഉണ്ടെങ്കിലും അതിനൊന്നും അത്രത്തോളം ഈ പറയുന്ന വലിയ ധനകാര്യ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ SBI പോയിട്ടോ അല്ലെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ പോയിട്ടോ നിങ്ങളൊരു ലോണിന് നോക്കിയാൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങളുടെ സിബിൽ സ്കോറിൻ്റെ പുറകെയാണ് പോവുക, മറ്റ് സ്കോറുകളിലേക്കൊന്നും തന്നെ അവർ നോക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിബിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യം ഒരുപക്ഷെ മുന്നിൽ കണ്ടുകൊള്ളുന്നതായിരിക്കാം നമ്മുടെ കോൺഗ്രസ് നേതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് മുൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ചിദംബരത്തിൻ്റെ മകൻ കാർത്തി ചിദംബരം അങ്ങാണ്ട് ഇതൊരു തവണ രാജ്യസഭയിലോ എവിടെയോ വെച്ചിട്ട് ഇതിനെക്കുറിച്ചൊരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഇന്ത്യക്കാരൻ്റെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഡാറ്റ, നിങ്ങൾക്ക് നാളെ ഒരു ലോൺ കിട്ടണോ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് എമൗണ്ട് വേണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ എങ്ങനെയാണ് ഇത്രയും അനാസ്ഥയോടുകൂടെ കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ള ചോദ്യം പാർലമെൻറ്റിലെങ്ങാണ്ട് ഉന്നയിക്കുകയുണ്ടായിരുന്നു. അതൊരു ശരിക്കും ഒരു റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. അതായത് ഒന്നെങ്കിൽ ഈ പറയുന്ന കമ്പനിയെ അതല്ലെങ്കിൽ ഈ പറയുന്ന കമ്പനിയെ തന്നെ മൊത്തത്തിൽ ഗവൺമെൻറ് ഏറ്റെടുക്കുക, അതല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവരിക. എനിക്ക് തോന്നുന്നു കുറച്ച് കാലം മുന്നേ തന്നെ സുപ്രീം കോടതിയിൽ എങ്ങാണ്ട് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. സിബിൽ സ്കോറിൽ അയാൾ തിരിച്ചടവ് മുടക്ക് വരുത്തിയെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേര് സ്യൂ ചെയ്യുകയും ഡിഫമേഷനാണ് സ്യൂ, അതായത് മാനനഷ്ട കേസിന് സ്യൂ ചെയ്യുകയും ആ പറയുന്ന കക്ഷി വിജയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് വേറൊന്നുമല്ല, പുള്ളിയെ സംബന്ധിച്ചിടത്തോളം, പണമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തിരിച്ചടവ് മുടക്കി എന്ന് പറയുന്നത് അയാൾക്കൊരു മാനക്കേടാണ് അല്ലേ. അയാൾക്ക് പണം ഉണ്ടായിരുന്നു, അയാൾ പ്രോപ്പറായിട്ട് തിരിച്ചടച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് സിബിൽ സ്കോർ എടുത്ത് നോക്കുന്ന അല്ലെങ്കിൽ റിപ്പോർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് അതിലൊരു ഡിഫോൾട്ട് വരുത്തി എന്ന് കാണുന്നത് അയാളെ സംബന്ധിച്ച് ഡിഫമേറ്ററിയാണ്. അയാൾ അത്തരത്തിലാണ് ആ ഡിഫമേറ്ററി ഒരു സ്യൂട്ട് മൂവ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള നൂലാമാലകളുടെ പുറകെയൊന്നും എല്ലാവർക്കും പോയിക്കൊള്ളാൻ പറ്റണമെന്നില്ല. പിന്നെ നമ്മൾ പെട്ടെന്നൊരു അത്യാവശ്യ കാര്യത്തിന് എന്തിനേലും ഒരു ആവശ്യത്തിനായിരിക്കും നമ്മൾ നമ്മുടെ നാട്ടിൽ ലോൺ എടുക്കാൻ ചെല്ലുന്നത്. ഹോം ലോണോ വെഹിക്കിൾ ലോണോ എന്ത് ലോണാവട്ടെ, ചെല്ലുന്ന സമയത്താണ് ഇത്തരത്തിൽ നമ്മൾ എടുക്കാത്ത ലോണ് അല്ലെങ്കിൽ എടുത്ത ലോണ് തന്നെ കൃത്യമായി തിരിച്ചടച്ച ലോണുകൾ കൃത്യമായി തിരിച്ചടവ് ചെന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ട്, ഇത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് യൂസേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. ഇതിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു റെഗുലേഷൻ ഡെഫിനറ്റ്ലി വേണം. പക്ഷേ ഈ ക്രെഡിറ്റ് ഇൻഫർമേഷൻസേ വേണ്ട എന്നുള്ള തരത്തിലുള്ള ചർച്ചകളോ അതല്ലെങ്കിൽ അത്തരം വാദങ്ങളോ ശരിക്കും ബാലിശമായിട്ടുള്ള വാദങ്ങളാണ്. ഒന്നെങ്കിൽ ഇത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഏറ്റവും മാന്യമായിട്ട് റിസർവ് ബാങ്കിൻ്റെ റെഗുലേഷൻസിനനുസരിച്ച് ചെയ്യണം, അതല്ല എന്നുണ്ടെങ്കിൽ ഈ മേഖലയെ മൊത്തത്തിൽ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് ഗവൺമെൻറ് ചെയ്യണം. നമ്മുടെ ക്രൈം റെക്കോർഡ്സ് സൂക്ഷിക്കുന്നത് ഒരിക്കലും ഒരു പ്രൈവറ്റ് ഏജൻസി അല്ല, നമുക്കവരെ ഏൽപ്പിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഏകദേശം ഒരു ഫിനാൻഷ്യൽ ഒരാളുടെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയാളുടെ ക്രെഡിറ്റ് ബേർത്തിനെസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അത്തരത്തിലുള്ള ഒരു സംഗതി തന്നെയാണ്. അത് സൂക്ഷിക്കേണ്ടത് ശരിക്കും സർക്കാരാണ്, അല്ലാതെ ഒരു ബഹുരാഷ്ട്ര കമ്പനി, അതും ഈ രാജ്യത്തിന് പുറത്തുള്ളൊരു ബഹുരാഷ്ട്ര കമ്പനിയുടെ സെർവറിൽ ഇരിക്കേണ്ട സംഗതികളോ അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന പാരാമീറ്ററുകൾക്കനുസരിച്ചോ നിശ്ചയിക്കപ്പെടേണ്ടതല്ല ഒരു പൗരൻ്റെ ഈ പറയുന്ന സാമ്പത്തിക നില അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത, തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു ഈ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകളിലൂടെ ഒരുപക്ഷെ അതിലൊരു മാറ്റം ഉണ്ടായേക്കാം. സർക്കാർ ഇതിൽ കുറച്ചും കൂടെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും ഇത്തരത്തിൽ പൗരന്മാരുടെ സാമ്പത്തിക വിവരങ്ങൾ സർക്കാർ തന്നെ സൂക്ഷിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ റെഗുലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സംഗതി വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.